ഹലോ, വെൽക്കം ടു ബിഹൈൻഡ് ദ വൈറ്റ് ബോർഡ്. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ റിവിഷൻ സീരീസിൻ്റെ 9th ഡേ ആയി നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോർ ഏരിയയാണ്. നമ്മുടെ എല്ലാ കൊമേഴ്സ് ബേസ്ഡ് എക്സാമിൻ്റെയും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ആദ്യത്തെ ചോദ്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബേസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് EPS earning per share increases due to use of debt, it indicates. If EPS increases due to use of debt, it indicates financial risk reduced, favorable financial leverage, operating leverage, poor capital structure. EPS ഡെറ്റ് യൂസ് ചെയ്യുന്നതോടുകൂടി EPS ഇൻക്രീസ് ചെയ്താൽ അത് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജിനെയാണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ്. ദെൻ വിച്ച് മെത്തേഡ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് NPV ഈക്വൽ ടു 0. അതാണ് ആൻസർ വരിക, NPV ഈക്വൽ ടു 0. ദെൻ വിച്ച് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ്. തന്നിരിക്കുന്നതിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്തത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ബാക്കിയെല്ലാം ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റിട്ടേൺ ഏർണിങ്സ്, ഇതെല്ലാം ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ വരുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻഡിക്കേറ്റ്സ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് ഹൈ വേരിയബിൾ കോസ്റ്റിനെയാണോ, ഹൈ ഫിക്സഡ് കോസ്റ്റിനെയാണോ, ലോ റിസ്ക് ആണോ, ലോ സെയിൽസ് ആണോ. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെങ്കിൽ ഹൈ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് അർത്ഥം. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെങ്കിൽ ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നൊക്കെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻ ഏർണിങ്സ് എന്താണെന്ന് അറിയാലോ. വോൾട്ടേഴ്സ് മോഡൽ ഇസ് റിലേറ്റഡ് ടു. വോൾട്ടർ മോഡൽ ഇസ് റിലേറ്റഡ് ടു ഡിവിഡൻഡ് പോളിസിയാണ്. ഗോർഡൻ മോഡൽ, വോൾട്ടർ മോഡൽ, ഇതെല്ലാം ഡിവിഡൻഡ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആണ്, തിയറീസ് ആണ്. ദെൻ risk of inability to meet fixed financial obligation is. The risk of inability to meet fixed financial obligation is financial risk. Which technique ignores time value of money. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത് NPV മെത്തേഡ് ആണെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നത് പേ ബാക്ക് പീരീഡിലാണ്. ദ ഫോർമുല ഫോർ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, DOL, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല വന്നിട്ട് കോൺട്രിബ്യൂഷൻ ബൈ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT ആണ്. കോൺട്രിബ്യൂഷൻ ബൈ EBIT. Then capital gearing ratio shows. Capital gearing ratio shows debt equity relationship. Modigliani-Miller theory is related to capital structure. Net income theory, net operating income theory, traditional theory, Modigliani-Miller, okay, capital structure theories ആണ്. Then which has highest priority in liquidation. Liquidation la highest priority ഉള്ളത് obviously debenture holders ആണ്. Then net working capital increases when. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് ഡിക്രീസ്, കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ്, കറണ്ട് അസറ്റ് ഇൻക്രീസ്, ഫിക്സഡ് അസറ്റ് ഇൻക്രീസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ് വെൻ കറണ്ട് അസറ്റ്സ് ഇൻക്രീസ്. ദെൻ ARR, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ARR. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു PV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് PI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വിച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് ഇസ് ബെസ്റ്റ് തിയററ്റിക്കലി. തിയററ്റിക്കലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് വന്നിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. ഫിനാൻഷ്യൽ ലിവറേജ് റിലേറ്റ്സ് ടു. ഫിനാൻഷ്യൽ ലിവറേജ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? യൂസ് ഓഫ് ഡെറ്റ് ആണ്. ദെൻ എ ഫേം വിത്ത് ഹൈ ഡെറ്റ് ഈസ് കോൾഡ്. എ ഫേം വിത്ത് ഹൈ ഡെറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് കോൾഡ് ഹൈ ഗിയർഡ്. ഹൈ ഗിയർഡ് ഫേം എന്നാണ് പറയുന്നത്. ലോ ഗിയർഡ് ഫേം ഉണ്ട്, ഹൈ ഗിയർഡ് ഫേം ഉണ്ട്. ഡെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിങ്ങിൽ ലോ ഗിയർഡ് ആണോ ഹൈ ഗിയർഡ് ആണോ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് യൂഷ്വലി ലോവസ്റ്റ് ആണ്. വിച്ച് ഇസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലാണ്, പെർമനൻറ്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻക്ലൂഡ്സ്. ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാഷ് ടു ക്യാഷ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക, ക്യാഷ് ടു ക്യാഷ് ആണ്. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു ഡിവിഡൻഡ് ബൈ ഏർണിങ്സ്, ഏർണിങ്സ് ബൈ ഡിവിഡൻഡ്, പ്രോഫിറ്റ് ബൈ സെയിൽസ്, സെയിൽസ് ബൈ ഡിവിഡൻഡ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഡിവിഡൻഡ് ബൈ ഏർണിങ്സ്.
ഇഫ് IRR ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആക്സെപ്റ്റ് പ്രോജക്റ്റ് ബിക്കോസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സെയിൽസ് പ്രൊമോഷനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമല്ലാത്തത്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഒക്കേഴ്സ് വെയർ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ്, വെയർ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. വിച്ച് റേഷ്യോ മെഷേഴ്സ് ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യുന്നത് ഏത് റേഷ്യോ ആണ്? കറണ്ട് റേഷ്യോ. കറണ്ട് അസെറ്റ്സ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്നുള്ള ഒരു 30 ചോദ്യങ്ങളാണ്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട PYQs MCQs എല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. എല്ലാവരും സ്മാർട്ടായിട്ട് പഠിക്കുക. താങ്ക്